മിടുക്കിയായിട്ട് വരണം. കാണുന്നവരോടൊക്കെ ഞാൻ പെറ്റു വെച്ചിരിക്കുക. നീ ആയിരിക്കും ഈ വർഷത്തെ ഇന്റർ കോളേജ് ചാമ്പ്യൻ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അതിനെന്താ ഇത്ര സംശയം? ഇവക്ക് തന്നെയാ ഫസ്റ്റ്. മോളെ ഇനി താമസിച്ച പാലക്കാട്ടേക്കുള്ള ബസ് പോകും. ബൈ ബൈ. ബൈ. സാറേ എന്താണോ? വല്ലാത്ത മേലുവേദനയും പനിയും. ഗുളിക വല്ലതും കിട്ടുമോ സാറേ? ഇതെന്താ മെഡിക്കൽ ഷോപ്പോ? ഇവിടെ ഒന്നുമില്ല. എന്നാ എന്നെ ഏതെങ്കിലും ആശുപത്രിയിലാക്ക്. ഡ്യൂട്ടിക്കാരും വരട്ടെ, നമുക്ക് ഗുളിക വല്ലതും വാങ്ങിപ്പിക്കാം. അതിനുള്ളിൽ ഞാൻ ചത്തുപോകും സാറേ. സഹിക്കാൻ പറ്റുന്നില്ല സാറേ. പൊള്ളുന്ന പനിയും കുളിരുവാ. എനിക്ക് പുതയ്ക്കാനും ഇടാനും എന്തെങ്കിലും താ. വഴി ഉണ്ടാക്കാം. സാർ 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 എന്താടോ? അത് എന്താ? ആ കള്ളൻ കേശു കേശു ലോക്കപ്പിന്ന് സാറേ ഹലോ, കൺട്രോൾ റൂം അല്ലേ? താനല്ലേ അവനെ സഹായിച്ചത്? കുളിരണമെന്ന് പറഞ്ഞപ്പം പുതയ്ക്കാൻ കൊടുത്തതാ. സാർ ഈ രവീന്ദ്രനെ അല്ല ഈ ഉടക്കിനെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. ഞാൻ ഇതിൽ ഇടപെട്ടാൽ തനിക്ക് ഡിസ്മിസൽ ആയിരിക്കും, ഇടപെടാതിരുന്നാൽ തനിക്ക് സസ്പെൻഷൻ ആയിരിക്കും. ഇടപെടണോ? ഇടപെടണ്ട. ഇടപെടുന്നില്ല. സാറേ, യമ്മമാരൊക്കെ ഉണ്ടല്ലോ, വല്ല കുഴപ്പവും? ഒരു കുഴപ്പമില്ല. മിക്കവാറും നിന്റെ ചീറ്റൊന്ന് കീഴും. എന്നെ തൊട്ട് കളിച്ചാ യൂണിയൻ ഇടപെടും. യൂണിയൻ നിന്റെ അപ്പന്റെ വകയാണ്. ഇത് എത്രാമത്തെ പ്രാവശ്യമല്ലേ ചെല്ലിയാട്ടം? അതിനൊന്നൊരു കണക്കില്ല. കുറെ ആയി സാർ. കണക്കുണ്ട് സാർ. 33. 33? തനിക്ക് അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റും? കള്ളൻ കേസ് തന്നെ പറഞ്ഞതാ. ഇന്നലെ രാത്രി ഡ്യൂട്ടിക്കാർ എത്ര പേരുണ്ടായിരുന്നു? 3-4 പേരുണ്ടായിരുന്നു സാർ. അവരുടെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടണം സാർ. ഏത് ഓഫീസറാ അവന് പടവ് കൊടുത്തേ? നല്ല പനിയും കുളിരും എന്ന് പറഞ്ഞപ്പോ കൊടുത്തു പോയത്. എന്തിനാണ് വെച്ചോണ്ടിരിക്കുന്നത്? പറഞ്ഞു വിടറോ ഇവനെയൊക്കെ? എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ട് സാർ. എന്താ എക്സ്പ്ലനേഷൻ? ആരെ ബോധിപ്പിക്കാൻ? എന്താ സാറിന്റെ പേര്? രവീന്ദ്രൻ. ഉടക്ക് രവീന്നാ. ഉടുക്ക് രവി? യൂണിയനിലൊക്കെ ഉണ്ട്. ഏത് യൂണിയനിലാ താൻ? അയ്യന്നല്ല എന്റെ അമ്മച്ചേ, ഞാൻ ഓർത്തോ. കമോൺ സാറേ, കേട്ടില്ല ഉടക്കെ? എന്തിനാ നിന്നെ ഇനിയും വെച്ചോണ്ടിരിക്കുന്നെന്ന്. മിക്കവാറും നിന്റെ നിക്കർ കീറിയത് തന്നെ. എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടല്ലോ, പെരുവഴി. അമ്മാ ഹായേ. മണിക്കുട്ടി, മണിക്കുട്ടി ഒന്ന് വേഗം വാ. പത്രത്തിൽ ഇത് ആരുടെ പടം വന്നിരിക്കുന്നതെന്ന് നോക്ക്. കലോത്സവത്തിൽ പങ്കെടുത്ത എല്ലാ ഐറ്റത്തിനും ഭദ്രയ്ക്ക ഫസ്റ്റ്. എനിക്കറിയായിരുന്നു അവള് ട്രോഫി കൊണ്ടേ വരുള്ളൂ. എന്റെ ഒരു പ്രത്യേക അഭിനന്ദനം അറിയിച്ചേക്കണേ. സുശീലേച്ചി, 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 സുശീലേച്ചി.
ചിറ്റേ 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 എന്തിനാ ഓർക്കാത്? ഒന്ന് എഴുന്നേറ്റേ. എന്ത് പറ്റി? ട്രഷറി പോണ്ടേ? അല്ല, നീ റെഡിയായോ? ഞാൻ റെഡി ആയിട്ട് എത്ര നേരായി. അയ്യോ, മാലയും വളയൊക്കെ എവിടെ? അത് പിന്നെ അലമാരിക്കകത്തിരിപ്പുണ്ട്. സത്യം, ഞാൻ പെട്ടെന്ന് റെഡിയായിട്ട് വരാം. എന്താ ആന്റി? ഒന്നിങ്ങോട്ട് വന്നേ മോളെ. എന്ത് പറ്റി ആന്റി? മോളെ, ഭദ്ര ഇവിടെ എങ്ങും കാണുന്നില്ല. കാണുന്നില്ലേ? ഞാൻ എല്ലായിടവും നോക്കി, ഇവിടെ എങ്ങും ഇല്ല. നീങ്ങ വന്നേ. എന്താടി? എന്താ? എന്താ രണ്ടും കൂടി ഒരു സ്വകാര്യം? ഒന്നുമില്ല ഏട്ടാ. പറയടാ. എന്തോ ഉണ്ട്, എനിക്കറിയാം. പറ. ഒന്നുമില്ല രാജേട്ടാ. പറയടി. ചേട്ടാ, ഭദ്രയെ കാണാനില്ല. റെയിൽവേ സ്റ്റേഷൻ, ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ്, പ്രൈവറ്റ് സ്റ്റാൻഡ്, ഓട്ടോ ടാക്സി തുടങ്ങിയ സ്ഥലത്തെല്ലാം ഈ പെൺകുട്ടിയുടെ ഫോട്ടോ കാണിച്ച് ഞാൻ തിരക്കി. അവരാരും ഈ പെൺകുട്ടിയെ കണ്ടിട്ടേ ഇല്ലെന്ന്. അവസാനം കുറെ ഭിക്ഷക്കാരെ കണ്ടു. അവരോട് ചോദിച്ചപ്പോഴല്ലേ സംഗതി പിടികിട്ടിയത്. അവരും കണ്ടിട്ടില്ല എന്ന്. താലൂക്ക് ആശുപത്രിയിലും പ്രൈവറ്റ് നഴ്സിംഗ് ഹോമിലും വരെ നമ്മൾ തിരക്കിയില്ലേ. ഇനി വല്ല അനാഥ തൊള്ള തുറക്കണ്ട, പതുക്കെ പറഞ്ഞാ മതി. ഏതാ കുട്ടിയുടെ മുറി? അതാണ് സാർ. അവൾക്കൊരു ചെക്കനുണ്ടല്ലോ, എന്താ അവന്റെ പേര്? ശശി. ശശി വെറും ഫ്രണ്ടാ. ഫ്രണ്ടും ബാക്കും. വല്ല ഗുരുവായൂരോ ചോറ്റാനിക്കരയിലോ പോയി അന്വേഷിക്കാൻ പറ. രണ്ടെണ്ണവും അവിടെ കാണും. അവിടെ എന്തിനാ? ഇപ്പൊ അതല്ലേ ഏറ്റവും സേഫസ്റ്റ് സ്ഥലം. കഴിഞ്ഞ രാത്രി നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കണ്ടോ? ഐ മീൻ, ആ കുട്ടി ഈ വീട്ടിലേക്ക് വരുന്നതോ ഇവിടുന്ന് പോകുന്നതോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല. നിങ്ങൾ കണ്ടോ? ഇല്ല. നിങ്ങൾ എന്തെങ്കിലും കണ്ടോ? ഇതെങ്ങനെയാ സംഭവിച്ചത്? അറിയില്ല സാർ. അറിയില്ല. പോവാം. പണി കണ്ടിട്ട് കള്ളം കേസ് തന്നെയാണ് സാറേ. സ്ഥിരം ജനാലക്കമ്പി അറുത്തകത്ത് കയറുന്നതാ അവന്റെ മോഡസ് ഓപ്പറൻറ്റി.
ജയിൽ ചാടി അവൻ നേരെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ജനാലക്കമ്പി അറുത്ത് അവൻ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് മിസ്സായ പെണ്ണ് പുറത്തേക്ക് മറ്റേ പോകുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവന്റെ പ്രത്യേകത സാറും കേട്ട് കാണും. പെണ്ണിനെ കണ്ടാൽ മറ്റെല്ലാം അവൻ മറക്കും. ഇനി ആ പെണ്ണിന്റെ ബോഡി എവിടെയാണെന്ന് അന്വേഷിച്ചാൽ മതി സാർ. ബാമ ഒന്നിങ്ങ് വന്നേ. ആ കുട്ടിക്ക് ആരോടെങ്കിലും പ്രേമോ മറ്റെന്തെങ്കിലും അടുപ്പോ ഉണ്ടായിരുന്നോ? പറ കുട്ടി, ഉണ്ടായിരുന്നോ? ശശി അവൾക്ക് ഇഷ്ടമായിരുന്നു. ഇതല്ലേ ശശി? അതെ. സുശീലയുടെ മകൻ ശശി.